നമുക്ക് സഹർഷം സ്വാഗതം ചെയ്യും. ഹാപ്പി വെൽക്കം സുരേഷ് സാർ. ബഹുമാന്യനായ ഈ ചടങ്ങിന്റെ അധ്യക്ഷ മുള്ളംകൊല്ലി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി മോളി ആക്കാന്തിരിയിൽ, ഏറെ ആദരണീയനായ ഈ ചടങ്ങിന്റെ ഉദ്ഘാടകൻ നമ്മുടെ പ്രിയപ്പെട്ട KTDCയുടെ ചെയർമാൻ ശശിയേട്ടൻ, ഈ വേദിയിലുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഏറെ ആദരണീയരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, ഈ പ്രോജക്റ്റിന്റെ സംഘാടകർ, അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി, ഈ 5 ഏക്കർ ഭൂമി ഇവിടെ വാങ്ങി ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നടപ്പാക്കാൻ വേണ്ടി തയ്യാറെടുത്ത എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ലിജോ, സന്നിധി ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സംരംഭകരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷം നിറഞ്ഞ ഒരു ചടങ്ങിലാണ് പങ്കെടുക്കുന്നത്. പുൽപ്പള്ളി പോലുള്ള വളരെ കുടിയേറ്റ ജനത തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് ഇത്രമാത്രം ധൈര്യപൂർവ്വം ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് കേരളത്തിന്റെ, ഒരുപക്ഷെ ഇന്ത്യയുടെ തന്നെ ഭൂപട മാപ്പിൽ കടന്നു കയറാൻ കഴിയുന്ന രൂപത്തിലുള്ള റിസോർട്ടുകളുടെയും കൺവെൻഷൻ സെന്ററിന്റെയൊക്കെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ധൈര്യം കാണിച്ച സിൽവർ ഗ്രൂപ്പ്, അത് ഈ പുൽപ്പള്ളിയിലെ ഈ വയനാടിന്റെ ടൂറിസം മേഖലയ്ക്ക് വലിയ ഒരു മുതൽക്കൂട്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പുൽപ്പള്ളിക്ക് ഒരു പാരമ്പര്യമുണ്ട്. നേരത്തെ ശശിയേട്ടനോട് സൂചിപ്പിച്ചതുപോലെ എല്ലാവിധത്തിലുള്ള പ്രതിസന്ധിയെയും മറികടക്കാൻ കഴിയുന്ന കരുത്തുറ്റ മനസ്സിനുടമകളാണ് പുൽപ്പള്ളിക്കാർ. ഇവിടെ കുടിയേറ്റ ജനത കടന്നു വന്നപ്പോ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. 60കളുടെ തുടക്കത്തിൽ ഇവിടേക്ക് കുടിയേറി വന്ന തിരുവിതാംകൂറിന്റെയും മധ്യ തിരുവിതാംകൂറിന്റെയും മലബാറിന്റെയും എല്ലാം ഇതര ഭാഗങ്ങളിൽ ഇവിടെ കടന്നു വന്ന നമ്മുടെ പൂർവികരായ ആളുകൾ, ആ ആളുകൾ ഇവിടെ മണ്ണ് വെട്ടിപ്പിടിച്ച് പോരാടിയപ്പോ നിരവധിയായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധി എല്ലാം മറികടന്നുകൊണ്ടാണ് ഇന്ന് കാണുന്ന പുൽപ്പള്ളിയെ ഈ രൂപത്തിലാക്കിയെടുത്തത്. കേരള കർണാടക സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടുന്ന കബനി നദി, ആ കബനി നദി കടന്നാണ്, ആ കബനി നദിയുടെ തീരത്തുകൂടിയാണ് ഏറ്റവും വലിയ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾ നേതൃത്വം കൊടുത്ത പഴശ്ശിരാജയുടെ പടയോട്ടം ഉണ്ടായത്. പഴശ്ശിരാജയുടെ പാദസ്പർശനം കൊണ്ട് പുണ്യവൽക്കരിക്കപ്പെട്ട ഭൂമി കൂടിയാണ് ഈ പുൽപ്പള്ളി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ നാമധേയത്തിന് ഇപ്പോഴും പഴശ്ശി റിസോർട്ട് ഇവിടുന്ന് ഏതാണ്ട് 6 കിലോമീറ്റർ അപ്പുറേ പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശത്ത് കർണാടകയോട് ചേർന്ന് കിടക്കുന്ന വനാതിർത്തിയിൽ പഴശ്ശിയുടെ നാമധേയത്തിലുള്ള പാർക്ക് ഇപ്പോഴും നല്ല ഗംഭീരമായി പ്രവർത്തിക്കുന്നുണ്ട്. വയനാട് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് ഒരു വലിയ ടൂറിസം ഡെസ്റ്റിനേഷനായി വളർന്നു വരുന്ന ഒരു പ്രദേശവും കൂടിയാണ് പഴശ്ശി പാർക്ക് എന്ന് പറയുന്നത്. നമ്മൾ തൊട്ടപ്പുറത്താണ്, ഇവിടുന്ന് 8 കിലോമീറ്റർ അപ്പുറത്താണ് കുറുവാദ്വീപ്. ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ ജൈവസമ്പത്ത് എന്നറിയപ്പെടുന്ന കുറുവാദ്വീപ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഇവിടുന്ന് 8 കിലോമീറ്റർ അപ്പുറത്താണ് വനം വകുപ്പിന്റെ കീഴിലുള്ള കുറുവാദ്വീപ് പ്രവർത്തിക്കുന്നത്. അതിന് തൊട്ടപ്പുറത്താണ് വയനാട് ടൂറിസം DTPCയുടെ കീഴിലുള്ള ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കുറുവാദ്വീപിന്റെ മറ്റൊരു ഭാഗം പാൽവെളിച്ചം മേഖലയിൽ പ്രവർത്തിക്കുന്നത്. അവിടെയൊക്കെ നമുക്ക് പോയാൽ കാണാൻ കഴിയുന്നത് നൂറുകണക്കിന് മനുഷ്യരാണ് ഈ ടൂറിസം മേഖലയെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നത്. കഴിഞ്ഞ 7 മാസക്കാലമായി വയനാടിന്റെ ടൂറിസത്തിന് വലിയ തോതിലുള്ള ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടൂറിസം ഇപ്പൊ നമുക്കറിയാം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മേപ്പാടി മുണ്ടക്കൈ ദുരന്തം ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് വയനാട് വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. യാതൊരു സുരക്ഷിതത്വമില്ലാത്ത നാടായി വയനാട് മാറുന്നു. വയനാട് ടൂറിസം മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു നമ്മൾ. എന്നാൽ അതിനെല്ലാം അതിജീവിക്കാൻ KTDCയും വയനാടിലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റും നമ്മുടെ സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രിയുമെല്ലാം ഇവിടെ പങ്കെടുത്തുകൊണ്ട്, വയനാടിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ഈ വയനാടിന്റെ ടൂറിസം മേഖലയെ വീണ്ടെടുക്കാൻ വേണ്ടി വലിയ ഇടപെടലാണ് നടത്തിയത്. അതിന്റെ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. കഴിഞ്ഞ 2 മാസക്കാലം വയനാട് ടൂറിസ്റ്റ് റിസോർട്ടുകൾ, ടൂറിസം മേഖല എല്ലാം സജീവമാണ്, നിറസാന്നിധ്യമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ വലിയ ഒഴുക്ക് വയനാട്ടിലേക്ക് പഴയതുപോലെ തന്നെ ആരംഭിച്ചിരിക്കും, നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത്തരമുള്ള ഒരു മേഖലയ്ക്ക് കരുത്തായി മാറാൻ കഴിയുന്ന ഒന്നാണ് ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടുള്ള ഈ പ്രോജക്ട്. അതിന് ഇവിടെ ഈ കുന്നിന്റെ മുകളിലേക്ക്, ഈ മുള്ളംകൊല്ലി ഗ്രാമപഞ്ചായത്തിന്റെ സുരഭിക്കമല മേഖലയിലെ ഈ കുന്നിന്റെ മുകളിലേക്ക് ആഞ്ഞു വീശുന്ന കാറ്റിന്റെ വേഗത